ശ്രീ എം എ ബേബി, 50% തീരുവയാക്കി ഉയർത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. എങ്ങനെ കാണുന്നു? ഇത് ഡൊണാൾഡ് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് തനിക്ക് തോന്നുന്നതെന്തും മറ്റ് രാജ്യങ്ങളുടെ തീരുമാനമാക്കി മാറ്റണം, അത്തരത്തിൽ അമേരിക്കയുടെ മാത്രം പ്രസിഡന്റ് അല്ല, താൻ ലോകത്തിന്റെ പ്രസിഡന്റാണ് എന്ന മട്ടിൽ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടല്ല പറയുന്നത്, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതും പലരും അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ പരിഹസിച്ചതുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഞാനത് പറഞ്ഞതെന്ന് എൻ്റെ സുഹൃത്ത് ഡോക്ടർ അരുൺ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാകും. അപ്പോ വളരെ യുക്തിരഹിതമായ ഒരു സമീപനം ട്രംപ് പിന്തുടരുന്നു. ലോകത്തിന്റെ മുമ്പിൽ യുക്തിരഹിതമാണ്. പക്ഷെ ട്രംപിന് എന്തും പറയാം എന്നുള്ളതാണല്ലോ. കാനഡയെ അമേരിക്കയുടെ ഒരു പുതിയ സംസ്ഥാനമായി കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പനാമ കനാൽ ഏറ്റെടുക്കും, അങ്ങനെ അദ്ദേഹം പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിനെതിരായി വളരെ ശക്തമായി പ്രതികരിക്കാൻ മിസ്റ്റർ നരേന്ദ്രമോദിയും ഇന്ത്യ ഗവൺമെന്റും തയ്യാറാകുമോ? പ്രത്യേക സന്ദർഭത്തിൽ ദുർബലമാക്കപ്പെട്ട ഈ ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അതിനെ ശക്തിപ്പെടുത്താൻ ആ രൂപത്തിൽ നിന്ന് കഴിയില്ലെങ്കിൽ പോലും ലോകം മുഴുവൻ ട്രംപിന്റെയും അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ മീഡിയ കോംപ്ലക്സിന്റെയും ചൊൽപ്പടിക്ക് നിൽക്കണം. അങ്ങനെ നീങ്ങുന്ന ട്രംപിനെതിരായി മറ്റ് രാജ്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, അത് ചില കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള, നമുക്ക് തന്നെ തർക്കങ്ങളുള്ള രാജ്യങ്ങളുമാകാം, പക്ഷെ ട്രംപിന്റെ ഈ ധിക്കാരം അനുവദിച്ചു കൊടുക്കരുത്. ഒരു നവകൊളോണിയൽ നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. യൂറോപ്യൻ യൂണിയന് പോലും അമേരിക്കയുമായി തർക്കിക്കേണ്ടി വരുന്നു. തന്റെ സഖ്യശക്തികളെ പോലും വെറുപ്പിക്കാൻ മടിയില്ലാത്ത മട്ടിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ദർ ഇസ് എ മെത്തേഡ് ഇൻ ഹിസ് മാഡ്നെസ് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നരേന്ദ്രമോദി ഈ നമ്മുടെ ബ്രിക്സ് കൂട്ടായ്മയുണ്ടല്ലോ, ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും, ഇപ്പൊ അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കൂട്ടായ്മകൾക്കെതിരായിട്ടും ട്രംപ് സംസാരിക്കുന്നുണ്ട്. സാമ്പത്തിക നയകാര്യങ്ങൾ മാത്രമല്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാവണം. മറ്റു രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇന്ത്യ ഏറ്റെടുക്കുമോ? ഈ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതൊരു നികുതി യുദ്ധമാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ? നികുതി യുദ്ധമെന്നും വിശേഷിപ്പിക്കാം. ആ നികുതി യുദ്ധത്തിന് രാഷ്ട്രീയമുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധവും നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങളുടെ നികുതി കൂടും. ബ്രസീലിന്റെ കാര്യത്തിൽ ട്രംപ് പറഞ്ഞത് ഒരു പക്ഷേ അറിയും. ബ്രസീലിന്റെ കൂട്ടുകാരനായിട്ട് ട്രംപിന്റെ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന ബ്രസീലിലെ ഭരണാധികാരി ബോൾസൊനറോ, ആ ബോൾസൊനറോയുടെ കുറ്റകൃത്യങ്ങളിന്മേൽ ബ്രസീലിലെ ഇപ്പോഴത്തെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ബോൾസൊനറോയുടെ പേരിലുള്ള കേസ് പിൻവലിച്ചില്ലെങ്കിൽ ബ്രസീലിന്റെ മേൽ നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്ത് കാര്യത്തിനും നികുതിയും യുദ്ധം പ്രഖ്യാപിക്കാൻ ട്രംപിന് മടിയില്ല. താങ്ക് യു ശ്രീ എം എ ബേബി. പ്രതികരിച്ചതിന് കേന്ദ്ര സർക്കാർ ശക്തമായി പ്രതികരിക്കണം. ഒരു നികുതി യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കുമേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് CPM ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞിരിക്കുന്നത്.